കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ ഒരു ദുരന്തമായിരുന്നു താനൂരിൽ സംഭവിച്ച ബോട്ട് അപകടം. 22 പേരുടെ മരണത്തിനിടയാക്കിയ അപകടമായിരുന്നു താനൂർ പുഴയിൽ ഉണ്ടായത്. ഒരു സന്ധ്യ മയങ്ങിയ നേരത്താണ് ആഘോഷത്തിനെത്തിയ മനുഷ്യർ ഒരു സുരക്ഷയുമില്ലാത്ത ഒരു ബോട്ടിൽ അവർക്ക് ലൈഫ് ജാക്കറ്റുകൾ പോലും നൽകാതെ ഉല്ലാസയാത്രയ്ക്ക് വിടുന്നു. ആ ബോട്ട് മറിഞ്ഞ് അപകടം സംഭവിക്കുന്നു. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 22 പേരുടെ മരണം സംഭവിക്കുന്നു. ഒരുപാട് അനാസ്ഥയുടെ ഇരകളായിരുന്നു ആ മനുഷ്യർ. നമുക്ക് ആ കുടുംബങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, സർക്കാർ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ, ഇതൊക്കെ എന്തായി എന്ന് പരിശോധിക്കാം. അതിനു മുൻപ് ആ വലിയ ദുരന്തത്തിന്റെ വാർത്ത നമുക്ക് ഒരിക്കൽ കൂടി കാണാം. ഓർമ്മകളിലൊരു റംസാൻ ആഘോഷകാലം. ഉല്ലാസ സവാരിക്കെത്തിയ നാട്ടുകാരാണ് താനൂരിൽ അപകടത്തിൽപ്പെട്ടത്. മത്സ്യബന്ധന ബോട്ട് രൂപമാറ്റം വരുത്തി ഇറക്കിയതായിരുന്നു ആ ഉല്ലാസ ബോട്ട്. 22 പേർക്ക് കയറാമായിരുന്ന ബോട്ടിൽ കയറ്റിയത് 49 പേരെ. ദുരന്തത്തെ മാടി വിളിക്കുന്ന സാഹചര്യം. രൂപമാറ്റം വരുത്തിയ ബോട്ടിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല. അമിതമായി ആളിനെ കയറ്റി. ആർക്കും ലൈഫ് ജാക്കറ്റ് നൽകിയില്ല. സുരക്ഷയെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ ബോട്ടുടമയും നടത്തിപ്പുകാരും. പൂരപ്പുഴയിലൂടെ അറ്റ്ലാന്റിക് ബോട്ട് സഞ്ചാരം തുടങ്ങിയപ്പോൾ ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു. ചാറ്റൽ മഴയും പെയ്യുന്നുണ്ടായിരുന്നു. പതിയിരിക്കുന്ന അപകടമറിയാതെ ബോട്ട് മുന്നോട്ട്. മിനിറ്റുകൾക്കുള്ളിൽ അഴിമുഖത്തിനടുത്ത് വെച്ച് ബോട്ട് മുങ്ങി. ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് പൂരപ്പുഴയുടെ ആഴങ്ങളിലേക്ക് മറയുന്ന മനുഷ്യരെ. 22 ജീവനുകൾ നഷ്ടപ്പെട്ടു. മരിച്ചവരിൽ 15 പേർ കുട്ടികളായിരുന്നു. ഒരു കുടുംബത്തിലെ 11 പേർ മരിച്ച ദുരവസ്ഥയും താനൂരിലെ അപകടത്തിലുണ്ടായി. കേസിൽ ബോട്ടുടമ നാസറിന്റെ സഹായികൾ, സീനിയർ പോർട്ട് കൺസർവേറ്റർ BV പ്രസാദ, ചീഫ് സർവേയർ സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവരുൾപ്പെടെ 12 പ്രതികളാണ് അറസ്റ്റിലായത്. താനൂർ DYSP BV ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേസ് അന്വേഷിക്കുകയും 85-ാം ദിവസം കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അന്വേഷണത്തിനായി ജസ്റ്റിസ് VK മോഹൻ അധ്യക്ഷനായി ജുഡീഷ്യൽ കമ്മീഷനും രൂപീകരിച്ചിരുന്നു. ഈ അപകടം നടന്ന് 2 വർഷം കഴിയുമ്പോൾ സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൻ്റെ നിത്യ ദുഃഖത്തിലാണ് ഈ ഇരകളാക്കപ്പെട്ടവർ. സഹോദരിമാരായ ജൽഷയ്ക്കും ജന്നയ്ക്കും ഇതുവരെ സർക്കാരിൻ്റെ സഹായങ്ങൾ ലഭിച്ചിട്ടില്ല. അവർ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്നു. ഇത് 1-2 പേരുടെ മാത്രം അവസ്ഥയല്ല. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. മെയ് മാസം 7-ാം തീയതി അന്ന് വൈകുന്നേരമാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ അറ്റ്ലാന്റിക് എന്ന ഉല്ലാസ ബോട്ട് താനൂർ തീരത്തിനടുത്ത് പൂരപ്പുഴയിൽ അപകടത്തിൽപ്പെട്ടത്. 22 പേരാണ് ഈ അപകടത്തിൽ ഓർമ്മയായി മാറിയത്. അപകടത്തിൽ രക്ഷപ്പെട്ടവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്നിട്ടെന്തായി പരിശോധിക്കുന്നത് ഇത്തവണ താനൂർ ബോട്ട് ദുരന്തമാണ്. വൈകുന്നേരം 6 മണിക്കും 7 മണിക്കും ഇടയിലായിരുന്നു അപകടം സംഭവിച്ചത്. അവസാന ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളെ, വിനോദസഞ്ചാരികളെ ബോട്ടിലേക്ക് വിളിച്ചു കയറ്റുകയായിരുന്നു. 2 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ബോട്ട് സർവീസിൻ്റെ ആകെ ദൂരമുള്ളത്. ഇടയ്ക്ക് പൂരപ്പുഴയുടെ ഒരു ആഴത്തിലേക്ക് ബോട്ട് മറിയുകയായിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിനെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സാധാരണ ഒരു മീൻ വള്ളമാണ്, മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫൈബർ വള്ളമാണ്. ഇതിൻ്റെ മുകളിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ നിർമ്മിച്ച് അതിന് മുകളിൽ ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ കെട്ടി തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ഈ ബോട്ട് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഭാരം അത് ബോട്ടിന് താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അനുവദിച്ചതിലും ഇരട്ടിയിലധികം ആളുകളായിരുന്നു ഈ ബോട്ടിലുണ്ടായിരുന്നത്. 39 പേരായിരുന്നു ആകെ. അതിൽ 22 പേരും ഈ അപകടത്തിൽ മരണപ്പെട്ടു. ഈ പുഴയുടെ ആഴങ്ങളിലേക്കാണ് അവരെല്ലാം തന്നെ ഇല്ലാതെയായി പോയത്. അപകടം നടന്ന ഉടൻ നാട്ടുകാരെല്ലാം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തി. പലരും
സ്വയം പരിക്കേറ്റിട്ടും രക്ഷാപ്രവർത്തനം തുടർന്നു. അന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത് പരിക്ക് പറ്റിയിട്ടും രക്ഷാപ്രവർത്തനം തുടർന്ന സമീർ സിന്നൻ ഇക്കാര്യത്തെക്കുറിച്ച് ഓർത്തു പറയുന്നു. അന്ന് ഇത് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരായിരുന്നത് താനൂരിലെ തൂവൽ തീരത്ത് സർവീസ് നടത്തിയിരുന്ന ബോട്ട് പുഴയിൽ മുങ്ങിയിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോൾ പെട്ടെന്ന് അത്ര വലിയ ഗൗരവത്തിലൊന്നും ആരും എടുത്തിട്ടുണ്ടാവില്ല. കാരണം ആ ഒരു അത്രമാത്രം ആയമൊന്നുമില്ലാത്തൊരു പുഴയാണ്. ഒന്നാമത് ഈ പുഴയിലേക്ക് ഒലിച്ചു വരുന്ന വള്ളങ്ങളൊക്കെ ഒന്ന് മത്സ്യനിർമ്മിത കനോലികളാണ്. കനാലും മറ്റുള്ള ഇതൊക്കെ കൃഷി ആവശ്യത്തിനൊക്കെ വേണ്ടി കിളച്ച തോടുകളിൽ നിന്നെല്ലാം ഒഴുകിയെത്തുന്ന കടലോണ്ടി പുഴയുമായി ചേർന്നിട്ട് ഗുരപ്പുഴ എന്ന് പറയുന്ന ഈ പുഴയിൽ ഈ ബോട്ട് താന്ന ആ സ്ഥലങ്ങളിൽ തന്നെ മാത്രമേ ഇവിടെ ആയമുള്ളൂ. ആ ആയത്തിൽ ഇത്ര വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് ആരും മനസ്സിലാക്കിയില്ല. എന്നാലും അപകടം സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ഓടി ഈ പരിസരത്തെത്തി വന്നപ്പോൾ ബോട്ടിനെ കാണാൻ പറ്റുന്നില്ല. ബോട്ടിന്റെ സ്ഥലത്ത് താന്നു കിടന്നെന്ന് പറഞ്ഞപ്പോൾ അക്കരെ ആ പുഴയുടെ അങ്ങേ സൈഡിലൂടെയാണ് ആളുകൾ കൂടുതൽ വന്നത്. അവിടുന്ന് ചാടിയിട്ട് എല്ലാവരും നീന്തി ഈ ബോട്ടിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. മുങ്ങിയിട്ടാണ് അതിലെ മുക്കാലല്ല 22 പേരിൽ 20 പേരെയും മുങ്ങിയിട്ട് താഴ്ന്നാണ് ഈ ചില്ലൊക്കെ ഇടിച്ച് പൊളിച്ച് വെള്ളത്തിൽ നിന്ന് പൊളിച്ചിട്ടാണ് ഓരോ കുട്ടികളെയും ആളുകളെയും തലകീഴായി മറഞ്ഞ ബോട്ടിൽ നിന്ന് മുങ്ങിപ്പോയിട്ട് അതിന്റെ താഴിൽ നിന്നാണ് നമ്മൾ സംവിധാനങ്ങളൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ രക്ഷാ ദൗത്യം പൂർത്തീകരിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അതിൽ ആരെയും ജീവനോടെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഖേദകരമായ ഒരു വിഷയം തന്നെ ഉള്ളത്. എന്നാലും ഈ വിഷയം അറിഞ്ഞ അപ്പോൾ തന്നെ എല്ലാവരും ഓടി വന്ന് പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ വെള്ളത്തിന്റെ താഴ്ന്ന് എടുത്ത അവസ്ഥ ആലോചിക്കുമ്പോൾ ഇപ്പോഴും അതിന്റെ നെട്ടല് മാറുന്നില്ല. ഞാൻ അവസാന നിമിഷത്തിൽ ഇതിന്റെ ഈ കൃത്രിമമായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ ഈ തോണിമേൽ പിടിപ്പിച്ച് അതിന്റെ ഒരു ഇരുമ്പ് കമ്പി കാലിൽ പാഞ്ഞ് ആ വള്ളത്തിന്റെ താഴെ ആയപ്പോൾ ഇത് അറിഞ്ഞിട്ടില്ല. ചോര ഒരുപാട് ഒലിച്ചു പോയി വള്ളത്തിൽ നിന്ന് കയറിയപ്പോഴാണ് ഇങ്ങനെ ആളുകൾ പറഞ്ഞത് ചോര നല്ല പോകുന്നുണ്ട്. അപ്പോഴാണ് കാല് ശ്രദ്ധിച്ചപ്പോൾ തരിച്ചുപോയി. വേദന അറിയാതെ തരിപ്പ് വന്നു പോയി ശരീരത്ത്. അങ്ങനെ നോക്കി ആളുകൾ കയറ്റിയപ്പോഴാണ് ഇങ്ങനെ കയറിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റിച്ചിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്കൊരു ഇതിനെ മുറിവിൻ്റെ ആഘാതവും വേദനയും അറിയാൻ തുടങ്ങി. അപകടത്തെക്കുറിച്ച് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ മുഖ്യപ്രതിയായത് ബോട്ടുടമയും അതുപോലെ തന്നെ ജീവനക്കാരുമാണ്. ബോട്ടിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നും ആളുകളെ കൂടുതലായി വിളിച്ചു കയറ്റിയതാണ് അപകടത്തിലേക്ക് കാരണമായതെന്നും ഒക്കെയാണ് കുറ്റപത്രത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ നിയമവിരുദ്ധമായിട്ടാണ് ഈ ബോട്ട് മീൻ പിടിക്കാൻ മാത്രം പറ്റുന്ന ഈ വള്ളം ടൂറിസത്തിന് വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ഫൈബർ ബോട്ടാക്കി മാറ്റിയത് നിയമവിരുദ്ധമായ മാർഗത്തിലൂടെയാണെന്ന് പോലീസ് കണ്ടെത്തി. അന്ന് പ്രതികളായവരൊക്കെ നിലവിൽ ജാമ്യത്തിലുമാണ്. അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ, ജസ്റ്റിസ് വി കെ മോഹൻ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പോഴും അവരുടെ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. സിറ്റിങ്ങുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതേക്കുറിച്ച് വളരെ വിശദമായ റിപ്പോർട്ടാണ് തയ്യാറാക്കുന്നതെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ബോട്ട് അപകടം ഉണ്ടായതിൻ്റെ കാരണം, അതിൻ്റെ സാഹചര്യങ്ങൾ, ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതൽ സ്വീകരിക്കണം എന്നീ തുടങ്ങിയ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ റിപ്പോർട്ടാണ് തയ്യാറാക്കുന്നത്. അതാണ് കാലതാമസം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ അപകടത്തിൽ ഇരകളായവർ, അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടവർ, അതിൽ രക്ഷപ്പെട്ട അവരുടെ അവസ്ഥ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല. താനൂരിലെ 2 പെൺകുട്ടികൾ, 10ഉം 12ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ, അവർ അത്ഭുതകരമായിട്ടായിരുന്നു ഈ അപകടത്തിൽ രക്ഷപ്പെട്ടത്. പക്ഷേ ഇന്ന് ലക്ഷങ്ങൾ മുടക്കി ചികിത്സിച്ചിട്ടും അവർക്ക് പൂർണ്ണമായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്താനായിട്ടില്ല. ജന്നയും ജർഷയും അപകടത്തിൽ നിന്ന് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ അവരുടെ ഉമ്മയും സഹോദരനും ബന്ധുക്കളും ഒക്കെ അപകടത്തിൽ ഓർമ്മയായിപ്പോയി. ഇന്നും ഈ 2 പെൺകുട്ടികൾക്കും വലിയ ദുരിതങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഒരാൾക്ക് തളർച്ചയാണ്, ഇടയ്ക്ക് ശരീരം തളർന്നു പോകുന്ന അവസ്ഥയാണ് അനുഭവപ്പെടുന്നത്.
പരസഹായമില്ലാതെ നടക്കാൻ കഴിയുകയില്ല, എഴുതാൻ കഴിയുകയില്ല, സ്കൂളിൽ പോകാൻ കഴിയുകയില്ല. അങ്ങനെ ഈ രോഗത്തിന്, ഈ അവസ്ഥയ്ക്ക് പരിഹാരം എന്തെന്നറിയാതെ ചികിത്സ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് രക്ഷിതാവ്. മറ്റൊരു കുട്ടിക്ക് ഈ അപകടത്തിൻ്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. എപ്പോഴാണ് ഉറക്കത്തിൽ ഉണർന്ന് കരയുക, ഒറ്റയ്ക്ക് പോകാൻ ഭയമാണ് എല്ലായിടത്തേക്കും. അത്തരത്തിൽ മാനസികമായ കുട്ടിയെ ഈ അപകടം തകർത്തു കളഞ്ഞു. ഇതിനെല്ലാം സങ്കടം സർക്കാർ ഇവർക്ക് വാഗ്ദാനം ചെയ്ത ചികിത്സാ സഹായം ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ലക്ഷങ്ങൾ മുടക്കിയാണ് രക്ഷിതാവ് കുട്ടികളെ ഇതുവരെയും ചികിത്സിച്ചത്. പക്ഷേ ഇതുവരേക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു സഹായവും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതേറെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. ചികിത്സ മുന്നോട്ട് പോകുന്നത് ഞാൻ നയിച്ചിട്ടാണ് എൻ്റെ കുട്ടികളുടെ ചികിത്സ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരും ഒരു ചികിത്സാ കാര്യമായിട്ട്, എൻ്റെ കുട്ടികളുടെ ചികിത്സാ കാര്യമായിട്ട് ഇവിടെ ഒരു ഗവൺമെൻറ്റും ഒരു വ്യക്തികളും ഒരു രൂപയോ ഒരു സഹായമോ ചെയ്തിട്ടല്ല എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇനി കൂടുതലായിട്ട് നിങ്ങൾ ഈ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് വീഡിയോയുടെ മുമ്പിൽ സംസാരിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോകളുടെ മുമ്പിൽ, ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പരാതിയുമായിട്ടും ഈ ചികിത്സാ കാര്യവുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് പരാജയം സംഭവിച്ചു. ആരും ഇന്ന് ഈ കേരളം ഭരിക്കുന്നതോ അല്ലെങ്കിൽ ഈ ഭരണത്തിൻ്റെ കീഴിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ പരാതിക്ക് ഒരു നേട്ടം നേടിത്തരുവാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല, ഞാൻ പറയുന്നില്ല, അവസാനിപ്പിച്ചു. മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് അത്ഭുതകരമായി തിരിച്ചെത്തിയ ഈ കുട്ടികൾക്ക് പക്ഷേ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ ഇനിയും ഒട്ടേറെ ചികിത്സകൾ നൽകേണ്ടതുണ്ട്. സർക്കാർ സൗജന്യ ചികിത്സ എന്ന വാഗ്ദാനം മാത്രം നൽകി. ഇതുവരെയും ഒരു പൈസയുടെ സഹായം നൽകിയിട്ടില്ല. ആ രക്ഷിതാവ് ഇപ്രകാരം പറയുമ്പോൾ ഇതിന് മറുപടി പറയാൻ ഒട്ടേറെ പേർ ബാധ്യസ്ഥരാണ്. സാങ്കേതിക കാരണങ്ങളും ഒക്കെ ഇതിന് മറുപടിയായി പലരും പറയുന്നുണ്ട്. പക്ഷേ സർക്കാർ നൽകിയ വാക്ക്, സൗജന്യ ചികിത്സ നൽകുമെന്ന വാഗ്ദാനം, അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. വലിയ ഒരു അപകടത്തെ മറികടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ഇവർക്കൊപ്പം നിൽക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സാ സഹായം ഇനിയും വൈകരുത്. അത് നൽകുവാൻ, അത് ഇവരിലേക്ക് എത്തിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ നടപടി സ്വീകരിച്ചേ തീരൂ. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. രൂപമാറ്റം വരുത്തിയ ഒരു ബോട്ട് യാതൊരു സുരക്ഷയുമില്ലാതെ, ഫിറ്റ്നസ് ഇല്ലാത്ത ബോട്ടായിരുന്നു, യാതൊരു സുരക്ഷയുമില്ലാതെ ഓടിച്ചു അമിതമായി ആളെ കയറ്റാവുന്നതിലും അമിതമായ ആളെ കയറ്റി ക്ഷണിച്ചു വരുത്തിയ ഒരു അപകടമാണ്. അപ്പോൾ നമ്മുടെ അധികാരികൾക്കൊക്കെ ഒരുപാട് വീഴ്ച ആ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടായതിനു ശേഷവും അതിനെ അതിജീവിച്ചവർ നിത്യചെലവിന്, ചികിത്സയ്ക്ക് ഒക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ന്യായീകരണവും ഇല്ലാത്തതാണ്. ഞങ്ങൾ ഇപ്പോൾ ആ അപകടത്തിന് 2 വർഷത്തിനിപ്പുറവും അത് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ണ് തുറക്കാത്ത അധികാരികൾ കണ്ണ് തുറക്കാൻ വേണ്ടി തന്നെയാണ്, അവരിലേക്ക് ഈ വാർത്ത എത്താൻ വേണ്ടി തന്നെയാണ്. ഒരു ദുരന്തത്തിലും അതിജീവിക്കുന്നവർ ആ ദുരന്തത്തിൽ പെട്ടുപോകുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കാൻ ഇടവരരുത്. മാത്രവുമല്ല, അന്വേഷണം കൃത്യമായി നടക്കണം, കുറ്റക്കാർക്ക് അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഉറപ്പാക്കുകയും വേണം. എന്തായാലും ഈ വാർത്തയും അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്തട്ടെ എന്നാശിക്കുന്നു.